ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഡയറ്റ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ദിവസവും രാത്രി ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു മാസത്തിൽ 10 kg വരെ കുറയ്ക്കാൻ പറ്റും. ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 3 വെജിറ്റബിൾ ആണ്. ഒരു ക്യാരറ്റ്, ഒരു പൊട്ടാറ്റോ, പിന്നെ കുറച്ച് ക്യാബേജും. ആദ്യം നമുക്ക് ഈ ക്യാരറ്റിൻ്റെയും പൊട്ടാറ്റോൻ്റെയും തോലൊക്കെ ഒന്ന് കളയാം. ഒരു പീലർ വെച്ചോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഇത് റിമൂവ് ചെയ്തെടുക്കാം. തോല് കളഞ്ഞ ശേഷം നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ക്യാബേജ് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ ഒരു അരമണിക്കൂറോളം മുക്കി വെച്ച ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഗ്രേറ്ററിൽ വെച്ച് നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്നത് വലിയ ഹോളിലാണ്, ഇതുപോലെ നീളത്തിൽ കിട്ടും. ആ ഒരു രീതി ചെയ്താൽ നമുക്ക് വെജിറ്റബിൾ കിടക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇനി ഈ ക്യാരറ്റ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ക്യാബേജും അരിഞ്ഞെടുക്കാം. ക്യാബേജ് ഗ്രേറ്ററിൽ അരിഞ്ഞ ചെറുതായിട്ടേ കിട്ടൂ, അതുകൊണ്ടാണ് ഞാൻ അത് കത്തി വെച്ച് തന്നെ അരിഞ്ഞെടുക്കുന്നത്. നല്ല ഫ്രഷ് ക്യാബേജ് ആണെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ക്യാരറ്റിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് ക്യാബേജും അരിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ഉരുളക്കിഴങ്ങാണ്. ആ വലിയ ഹോളിൽ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത വെജിറ്റബിൾ എല്ലാം കൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റിയത്. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. 2 മുട്ട പൊട്ടിച്ച് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ഉപയോഗിക്കാം, എന്നാലും ഗോതമ്പ് പൊടി തന്നെ ഉപയോഗിക്കണം. നമ്മുടെ ഹെൽത്തിനൊക്കെ അതാണ് ഏറ്റവും നല്ലത്. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഞാൻ അതിലേക്ക് ഒരു മുട്ട കൂടി ചേർക്കുന്നുണ്ട്. 2 മുട്ട തന്നെ ധാരാളമാണ്. ഇപ്പം ഞാൻ കുറച്ച് വെജിറ്റബിൾ കൂടുതലായതുകൊണ്ടാണ് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം. ചൂടായ പാനിലേക്ക് 1 സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഒന്ന് നിരത്തി കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല തിക്നെസ്സിലാണ് നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടുക. ഇനി ഇതുപോലെ എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് നമ്മൾ 5 മിനിറ്റ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിത് മറിച്ചിട്ട് കൊടുത്ത സമയത്ത് കുറച്ച് ഭാഗം ഇതിനകത്തുനിന്ന് ഇളകിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡും കൂടി ഇതുപോലെ അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് ലോസിനുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ദിവസവും രാത്രി നമ്മളിങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും 10 കിലോ വരെ കുറയ്ക്കാൻ പറ്റും. വെയിറ്റ് ലോസ് എന്ന് മാത്രമല്ല, എല്ലാവർക്കും കഴിക്കാവുന്നതാണ്, കൊച്ചു കുട്ടികൾക്ക് പോലും. കാരണം ഇതിനകത്ത് ക്യാരറ്റും പൊട്ടാറ്റോവും ക്യാബേജും മുട്ടയും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എഫക്റ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.